ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായിട്ടുള്ള പുതിയ സംഖ്യകൾ, ന്യൂ നമ്പേഴ്സ്. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട 2 വാല്യൂസാണ് √2 എന്ന് പറഞ്ഞാൽ 1.414 എക്സെട്ര മിനിമം 1.41 വരെയെങ്കിലും ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി √3യുടെ വാല്യൂ 1.732 വരെയെങ്കിലും എന്ത് ചെയ്യണം, ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് പേജ് നമ്പർ 25 പറയുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏത് ഒറ്റ സംഖ്യയെയും 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിൽ കണ്ടല്ലോ. ഇതുപയോഗിച്ച് 7 ചതുരശ്ര സെന്റിമീറ്റർ, 11 ചതുരശ്ര സെന്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങൾ വരയ്ക്കുക. അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? We have seen in class 8 that any odd number can be written as the difference of 2 perfect square. Use this to draw squares of area 7 cm square and 11 cm square. What are the length of the sides of this square? അതായത് 8ാം ക്ലാസ്സിലെ ഒറ്റ സംഖ്യകൾ ഇതാ 1, 5, 3, 5, 7, 9, 11 അവയെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായി എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി സാധിക്കും. 2 പെർഫെക്റ്റ് സ്ക്വയർ പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എത്രയാണ്? 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 4 മൈനസ് 1 3. ഇനി 5 ആണെങ്കിൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 9 മൈനസ് 4 5 എന്ന് കിട്ടും. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് 7 സെന്റിമീറ്റർ അതുപോലെ 11 സെന്റിമീറ്റർ വശങ്ങളായി വരുന്ന പരപ്പളവുകളുള്ള ചതുരങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് 7 സെന്റിമീറ്ററിന്റെ സ്ക്വയർ, ഇത് 11 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ആണ് എങ്കിൽ നമുക്ക് എന്താവണം, ഇതിന്റെ ഏരിയ 7 ആയിരിക്കണം. 7 ആവണമെങ്കിൽ വശങ്ങൾ എത്രയെന്നറിയോ? √7 √7. അതായത് 2 റൂട്ടുകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. √7 × √7 7. ഇനി 11 ആവണമെങ്കിൽ എന്താവണം? √11 × √11 ആവണം. ഇനി നമുക്ക് ചിത്രം വരയ്ക്കുന്ന രീതിയിലേക്ക് കടക്കണം. അപ്പോൾ 7 കിട്ടണമെങ്കിൽ നമുക്ക് വശങ്ങൾ എത്രയാവണം? 4 ഉം 3 ഉം. അതായത് √4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അത് എത്രയാണ്? √16 മൈനസ് 9, 16 മൈനസ് 9 7. ഇനി നമുക്ക് 11 ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്? വശങ്ങൾ എത്ര വരിക? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എത്രയാണ്? നമുക്ക് √36 മൈനസ് 25 എന്ന് വരും. അത് എത്രയാണ്? √11 ആയിട്ട്, √11 അതേപോലെ ഇവിടെ √7 വരും. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ആദ്യം ചിത്രത്തിലേക്ക് കടക്കാം. നമ്മൾ ത്രികോണമാണ് ആദ്യം വരയ്ക്കേണ്ടത്. ത്രികോണം വരയ്ക്കുമ്പോൾ നമുക്ക് വശങ്ങളായിട്ട് ഏതൊക്കെ വരണം? 3 ഉം 4 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വശം 3 ഉം ഒരു വശം 4 ഉം. ഈ സൈഡ് നമുക്ക് എത്ര കിട്ടും? ഇവിടെ √7 വരും വേണം. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ മുകളിലാണ് എന്ത് വരിക? സ്ക്വയർ വരിക. അതേപോലെ 6 ഉം 5 ഉമാണ് എന്ത് ചെയ്യേണ്ടത്? 11ന്റെ വശങ്ങൾ. അപ്പോൾ 5 6 ഈ വശമായിരിക്കും √11. ഇനി എന്ത് ആയിരിക്കും? ഈ സൈഡിൽ എന്തായിട്ട് വരും? ഒരു സ്ക്വയർ ആയിട്ട് വരും. ആദ്യം നമ്മൾ 3 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 3 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു ശേഷം 3 സെന്റിമീറ്റർ എന്ന് എഴുതി. ഇനി ഒന്നെങ്കിൽ പ്രൊട്ടാക്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചോ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരച്ച ശേഷം നമുക്ക് ഇവിടെയുള്ള വശം എത്രയെന്നറിയാം? 4 ആണ് എന്നറിയാം. അപ്പോൾ കോമ്പസിൽ 4 സെന്റിമീറ്റർ അളക്കുക. കോമ്പസിൽ 4 സെന്റിമീറ്റർ അളന്ന് ഇവിടെ നിന്ന് ഈ ലംബത്തിന് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇത് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി കോമ്പസ് ഉപയോഗിച്ച് ഇവിടുത്തെ ഈ വശം അളക്കുക. ഈ വശം അളന്ന് ഈ സൈഡിലേക്ക് ഒരു വര വരയ്ക്കുക, ആർക്ക് വരയ്ക്കുക. അതുപോലെ ഈ സൈഡിലേക്ക് മാർക്ക് വരയ്ക്കുക. അതിനെക്കാട്ടും മുന്നേ എന്ത് ചെയ്യാം? ഈ വശം എന്ത് ചെയ്താൽ മതി? ഒന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്ത് കിട്ടും? ഒരു ആർക്ക് വന്ന് വീഴും. ഇനി അവിടെ നിന്ന് ഇവിടെ ഒരു ആർക്കിന്റെ പോയിന്റ് കിട്ടി. ഇവിടെ കോമ്പസ് കുത്തി ഇവിടേക്കും എന്ത് ചെയ്യുക? ആർക്ക് വരയ്ക്കുക. രണ്ടും തമ്മിൽ എന്ത് ചെയ്യാം? കൂട്ടി യോജിപ്പിക്കാം. ഇതാണ് 7
അതേപോലെ തന്നെ 4, 7 വശങ്ങൾ വരുമ്പോൾ ഈ വശം √7 വരുന്ന ഒരു സ്ക്വയർ. അപ്പോൾ ഇവിടെ √7, ഇത് √7 ആയിരിക്കും. ഈ വശം √7, ഈ വശം √7. അപ്പോൾ √7 × √7 എത്രയായിരിക്കും? 7 ആയിരിക്കും അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇനി രണ്ടാമത്തെ ചതുരം വരയ്ക്കാൻ വേണ്ടി 5, 6 വശങ്ങൾ. ഇപ്പോൾ കോമ്പസ് എടുക്കുക, സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അളവുകൾ എഴുതാൻ ശ്രമിക്കാൻ മറക്കരുത്. 5 സെന്റിമീറ്റർ. ഇനി ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഒന്നെങ്കിൽ പ്രൊട്ടാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്താലും മതി. ശേഷം ഈ വശം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. കോമ്പസിൽ 6 സെന്റിമീറ്റർ അളക്കുക. ശേഷം ഇവിടെ കുത്തിയിട്ട് ഈ ലംബത്തിന്റെ മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഈ വശം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിടുക. ശേഷം ഈ അളവ് കോമ്പസിലാണെന്ന് വരയ്ക്കണം. അതിനെക്കാട്ടി മുന്നേ ഈ 2 വശങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിച്ചു. ഇനി കോമ്പസിൽ നമ്മൾ ഈ വശം വളർന്നിട്ടുണ്ട്. ഇനി അത് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഈ പോയിന്റിൽ വെച്ച് ഇവിടേക്കും ഒരു ആർക്ക് വരയ്ക്കുക. എല്ലാ വശങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി അളവുകൾ എഴുതുകയാണ്. ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ, ഇവിടെ എത്രയായിരിക്കും? √11 സെന്റിമീറ്റർ, ഇവിടെയും √11. അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്വയറിന്റെ ഏരിയ എത്ര കിട്ടും? √11 × 11 എത്രയാണ്? 11 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം. ചിത്രത്തിലെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഒരു വശത്തിന്റെ നീളമോ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? ഇവിടെ ഒരു ത്രികോണം, ആ ത്രികോണത്തിന് ചേർത്ത് ഒരു സമചതുരം വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ സമചതുരത്തിൻ്റെ ഒരു വശം എത്രയെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ഏരിയയും കണ്ടുപിടിക്കണം. നമുക്ക് ഈ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ ഈ ഒരു വശമാണ്. ഇത് ത്രികോണത്തിൻ്റെ എന്ത് വശം എന്നാണ് പറയുക? ലംബം അഥവാ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പേര് കൊടുക്കുകയാണ് ABC. ഇനി ആദ്യം നമുക്ക് AB എന്ന വശം കണ്ടുപിടിക്കണം. ഈ AB ഇവിടെ C എന്ന് കൊടുക്കാം. AC കണ്ടുപിടിക്കണം. AC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? പൈതഗോറസ് തിയറം പ്രകാരം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, അതായത് AB സ്ക്വയർ √AB സ്ക്വയർ മൈനസ് BC സ്ക്വയർ സമം √AB എന്ന് പറഞ്ഞാൽ 3.5 സ്ക്വയർ മൈനസ് BC 1.5 സ്ക്വയർ സമം. ഇത് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? 3.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3.5 × 3.5 ആണ്. അപ്പോൾ ആദ്യം പോയിന്റ് ഇല്ലാണ്ട് അവയെ ഗുണിക്കുക. 35 × 35, 5 × 5 25, 2, 3 × 15, 15ഉം 2ഉം 17, പ്ലസ് 3 × 5 15, ബാക്കി 1, 3 × 3 9, 9ഉം 1ഉം 10 എന്ന് വരും. ഇനി കൂട്ടി നോക്കുക. 5, 5ഉം 7ഉം 12, റിമൈൻഡർ 1, 1 കൂടെ 1 കൂട്ടിയ 2, 1. ഇനി എന്ത് ചെയ്യുക? 2 സ്ഥാനം കഴിഞ്ഞ് 35 × 35 ആകുമ്പോൾ എത്ര ഉണ്ട്? 2 പോയിന്റ് ഉണ്ട്. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ 12.25 എന്ന് വരും. ഇനി 1.5 സ്ക്വയർ, 1.5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 × 1.5, 15 × 15 225 ആണ്. 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ 2.25 എന്ന് വരും. അപ്പോൾ 2.25. ഇനി എന്ത് ചെയ്യണം? ഇവ രണ്ടും തമ്മിൽ കുറയ്ക്കണം. 12.25 മൈനസ് 2.25, 5 0 0.01. അപ്പോൾ എത്ര ഉത്തരം കിട്ടുക? 10 എന്ന് വരും. അപ്പോൾ √AC എത്രയായി? 10 ആയി. അതായത് ചതുരത്തിൻ്റെ ഒരു വശം AC, വൺ സൈഡ്, ഒരു വശം സമം √10 സെന്റിമീറ്റർ. ഇനി ഇത് കിട്ടി √10 ആണെന്ന്. എന്താണ് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഏരിയ പരപ്പളവ് സമം സൈഡ്
ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം, വശം ഇൻറ്റു വശം എത്രയാണ്? √10 ഇൻറ്റു √10. റൂട്ട് 2 സെയിം സംഖ്യ ഗുണിക്കുമ്പോൾ ഉത്തരം എന്ത് തന്നെയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടി 10 എന്ന്. ഇനി മൂന്നാമത്തെ ചോദ്യം, ചുവടെയുള്ള ഓരോ ചിത്രത്തിലെയും സമചതുരത്തിൻ്റെ പരപ്പളവും വശത്തിൻ്റെ നീളവും കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദി പിക്ചർ ബിലോ. അതായത് ഈ ചതുരത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കും വേണം ഈ വശം കണ്ടുപിടിക്കണം. ഈ വശം കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് വശങ്ങളും നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. അപ്പം ഈ വശം കണ്ടുപിടിക്കാൻ ഈ രണ്ട് വശം നമുക്കറിയാം. അപ്പം AC കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. AC കണ്ടുപിടിക്കാൻ √ ഈ രണ്ട് വശങ്ങളുടെയും സ്ക്വയറുകൾ എടുക്കുക. അപ്പോൾ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ സമം രണ്ട് വശങ്ങൾ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ സമം √1 സ്ക്വയർ 1 പ്ലസ് 1 സ്ക്വയർ 1 സമം √2 എന്ന് വരും. അപ്പോൾ നമുക്ക് AC കിട്ടി √2 ആണ്. ഇനി AD ഈ രണ്ട് വശങ്ങളും അറിയാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ AD സമം √AC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ, AC സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. AC എത്രയാണ് നമുക്കിപ്പോൾ കിട്ടി? എത്രയാണ്? √2. അപ്പോൾ √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 ഇൻറ്റു √2 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എഴുതാം സമം √2 പ്ലസ് 1. 2 പ്ലസ് 1 എത്രയാണ്? 3. √3 നമുക്ക് AD കിട്ടി. അതായത് ഈ വശം കിട്ടി √3. അപ്പോൾ ഒരു സൈഡ് ഒരു വശം സമം √3. ഇനി ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാം. വശം ഇൻറ്റു വശമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? √3 ഇൻറ്റു √3 സമം 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഒന്നാമത്തെ ചിത്രത്തിലെ ഉത്തരം. ഇനി ഇതുപോലെ നമുക്ക് 2 ചിത്രങ്ങൾ ചെയ്യാനുണ്ട്. AE അതായത് ഈ വശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ ചോദ്യത്തിൽ ഈ രണ്ട് വശം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ വശം AC എന്ന വശം √2 എന്ന് കിട്ടി. ഇനി √2 കിട്ടിയപ്പോൾ ഈ √3 ഈ രണ്ട് വശവും ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചോദ്യത്തിൽ √3 കിട്ടി. നമുക്ക് ഈ വശം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്വയറും കണ്ടാൽ മതി. അതായത് √AD സ്ക്വയർ പ്ലസ് DE സ്ക്വയർ. AD എത്രയാണ്? √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 ഇൻറ്റു √3 എത്രയാണ്? 3 എന്ന് കിട്ടും. അപ്പം 3 പ്ലസ് 1 4. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √4 ഇതിൻ്റെ സ്ക്വയറാണ്? 2. അപ്പോൾ AE അതായത് ഈ വശം 2 നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ അഥവാ പരപ്പളവ് വശം ഇൻറ്റു വശം. അപ്പോൾ 2 ഇൻറ്റു 2 സമം 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഈ രണ്ട് അളവുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവുകൾ ഒന്നുകൂടി എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഈ ചിത്രത്തിൽ നമുക്ക് ഈ 1 ആണെങ്കിൽ നമുക്ക് ഈ വശം ക്വസ്റ്റ്യനിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? √2. √2ഉം √1 ആണെങ്കിൽ എത്രയായിരുന്നു? √3. √3ഉം 1 ആവുമ്പോൾ ഈ വശം നമുക്ക് എത്രയാണ് കിട്ടിയത്? 2. ഇത് തൊട്ട മുന്നത്തെ ചിത്രത്തിൽ നമുക്ക് ഈ 3 അളവുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്യുക? അതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം അതേ സെയിം പേരുകളാണ് കൊടുക്കുന്നത്. A B C D E. ഈ വരെയുള്ളത് ഒന്നാമത്തെ ചിത്രത്തിലെയും രണ്ടാമത്തെ ചിത്രത്തെയും സ്റ്റെപ്പുകൾ അതുപോലെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. AE കണ്ടുപിടിക്കുന്നത് വരെ. ഇനി നമുക്ക് ഈ വശമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ്? AF എന്ന് കൊടുത്തു. AF സമം √AE. AE സ്ക്വയർ പ്ലസ് EF സ്ക്വയർ. AE എത്രയാണ്? 2. 2 സ്ക്വയർ പ്ലസ് FE 1 സ്ക്വയർ.
2ന്റെ സ്ക്വയർ 2 × 2 4 പ്ലസ് 1ന്റെ സ്ക്വയർ 1 4 + 1 5. അപ്പോൾ √5 ആണ് നമുക്ക് എത്ര കിട്ടുക? AF കിട്ടുക √5. നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അതായത് പരപ്പളവ് കാണണം. പരപ്പളവ് സമം സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ എന്താണ്? √5 × √5. √5 × √5 5 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ മൂന്നാമത്തെ ചിത്രത്തിലെ 3 ചോദ്യങ്ങളുടെ ഉത്തരമായി വരുന്നത്. ഇനി 4ാമത്തെ ചോദ്യം, √2 വലുതും √3 ചെറുതുമായ 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. ഫൈൻഡ് 3 fractions greater than √2 and less than √3. അതായത് √2 വലുതാവണം, അതേപോലെ തന്നെ √3 ചെറുതായി വരുന്ന 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം √2 വാല്യൂ തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ് പഠിക്കണം എന്ന് പറഞ്ഞ വാല്യൂ 1.414. √3 വാല്യൂ എത്രയാണ്? 1.732. ഇതിൻ്റെ ഇടയിൽ വരുന്ന 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1.4 സംഖ്യ എത്രയായിരിക്കും? 1.5. അടുത്തത് 1.6. അടുത്തത് 1.7. അത് കഴിഞ്ഞിട്ടാണ് 1.732 എന്ന വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂസാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. 3 ഭിന്നസംഖ്യകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1.5 എന്ന് എടുത്തു. ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് എന്ത് പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എത്രയായിട്ട് ഗുണിക്കണം? 10 ആയിട്ട് ഗുണിക്കണം. അപ്പോൾ 1.5 × 10. ഇവിടെ ന്യൂമറേറ്റർ എത്ര ഉണ്ടെന്ന് വിചാരിക്കുക? 1 ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ × 10. അപ്പോൾ 10 ആയിട്ട് ഗുണിച്ചപ്പോൾ എന്ത് പോയി? ആ പോയിന്റ് പോയി. അപ്പോൾ 15/10 എന്ന് കിട്ടി. 15/10 നമുക്ക് ഒന്നും കൂടി ചെറുതാക്കുകയാണെങ്കിൽ 3 × 5 15, 2 × 5 10. ഈ 5ഉം 5ഉം ക്യാൻസലായ ബാക്കി 3/2 എന്ന് എഴുതാം. ഇനി 1.6 ഇതേപോലെ പോയിന്റ് കളയാൻ മുകളിലും താഴും 10 ആയിട്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ എത്ര ഉണ്ടെന്ന് വിചാരിക്കും? 1 ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ × 10 അപ്പോൾ 16/10 എന്ന് വരും. 16ഉം 10ഉം 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോവും. 8 × 2 16, 5 × 2 10. ഈ രണ്ടും ക്യാൻസലായ ബാക്കി 8/5 ആണ് രണ്ടാമത്തെ ഭിന്നരൂപം. ഇനി മൂന്നാമത്തത് 1.7. അപ്പോൾ 1.7/1 × 10 മുകളിലും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിച്ചു. അപ്പോൾ പോയിന്റ് പോയി 17/10 എന്നായി. 17ഉം 10ഉം പോകുന്ന സെയിം ഗുണന പട്ടിക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ല. അപ്പോൾ നമുക്ക് ഉത്തരം എന്തെന്ന് എഴുതാം? 17/10 എന്ന് എഴുതാം. ഇതാണ് 9ാം ക്ലാസ്സിലെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന 4 ചോദ്യങ്ങൾ. നോട്ടുകൾ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.